പെരുന്തട്ടയിലെ കടുവ ഭീഷണി ഒഴിയാതെ നിൽക്കുന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കൽപ്പറ്റ പെരുന്തട്ടയിലും ഇപ്പോൾ പുലി ഇറങ്ങി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങി കന്നുകാലികളെ തന്നെ കൂട്ടമായി ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് പുലർച്ചയോടുകൂടി കേവലം 5 മാസം മാത്രം പ്രായമുള്ള ഒരു പശുക്കിടാവിനെയാണ് ഇപ്പോൾ പുലി അവസാനമായി പിടിച്ചിരിക്കുന്നത്. ആദ്യം വന്യമൃഗമെന്ന സംശയമായിരുന്നു വനംവകുപ്പിനടക്കമുണ്ടായിരുന്നത്. പിന്നീട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ ഇത് കിടാവിനെ പിടികൂടിയത് പുലിയാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്തു. ഇപ്പോൾ പശുക്കിടാവിൻ്റെ ഉടമസ്ഥനായ ഷൺമുഖൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത്? എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഞങ്ങൾ 4 മണിക്ക് വരുമ്പോൾ ഇതാണ് സംഗതി. ഇതിന് മുൻ ദിവസങ്ങളിൽ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു? ഇവിടെ അടുത്തുള്ളവർക്ക് 5-6 ആൾക്കാരെ പശുക്കളെ കൊണ്ടുപോയി. ഇപ്പം എത്ര വർഷമായിട്ടുണ്ട് ഈ പ്രശ്നം ഇവിടെ? ഒരു 3-5 വർഷമായി ഉണ്ടാവില്ലേ. 5 വർഷത്തിലധികമായി ഇവിടെ ജനങ്ങൾ നിരന്തരമായ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തക്കതായ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നില്ല, അല്ലെങ്കിൽ ഇവിടെ ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ല എന്ന പരാതി കൂടി നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ചേട്ടാ, കൂട് സ്ഥാപിച്ചിട്ടുണ്ടോ? ഇപ്പോൾ നിലവിൽ ഇവിടെ കൂട് വെച്ചിരുന്നു 2-3 മാസം. പക്ഷേ 3 മാസമായിട്ടും അതിലേക്ക് പുലി വരികയോ കയറുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ആ ഒരു കൂട് വെക്കൽ എന്നല്ലാതെ വേറെ ഒരു കാര്യം ഈ നാട്ടിൽ അവർ ചെയ്തിട്ടില്ല. പിന്നെ ഈ കൂടെടുത്തിട്ട് ഇപ്പം തൊട്ടടുത്ത് കടുവ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 22-ാം വാർഡിലേക്ക് കൊണ്ടുവച്ചു. ഇപ്പോൾ ഇവിടെ കൂട് നിലവിൽ കൂടൊന്നുമില്ല. ഇന്നിപ്പോൾ അവർ രാവിലെ വന്നിട്ട് പറഞ്ഞത് ഇവിടെ കൂട് വെക്കാമെന്ന് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ ഈ കാടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഞങ്ങൾക്ക് അത് പറയാം. ഇതിപ്പോൾ ഞങ്ങൾ കാടിൻ്റെ ഉള്ളിലൊന്നുമല്ല, ഞങ്ങൾ ജീവിക്കുന്ന ആ ചുറ്റുപാടിലേക്കാണ് ഇപ്പം ഈ വന്യമൃഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഞങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നാട്ടുകാരെ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങും. നാട്ടുകാർ നിർബന്ധമായിട്ടും പ്രക്ഷോഭത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. എന്താന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ആർക്കെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ നമ്മൾ പ്രക്ഷോഭം ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല. ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ട് 10-15 ലക്ഷം രൂപ കിട്ടിയോണ്ട് നമുക്കൊരു കാര്യവുമില്ല. ആ കുടുംബത്തിന് ചിലപ്പോൾ നാഥനായിരിക്കും, ആ കുടുംബത്തിന് മുഴുവൻ ഭാരം കൊണ്ടു നടക്കുന്ന ഒരാളായിരിക്കും. അയാൾ നഷ്ടപ്പെട്ടിട്ട് 10-15 ലക്ഷം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. ഇന്നലെ പഞ്ചാരക്കൊല്ലിയിൽ നടന്ന ആ ഒരു ദുരവസ്ഥ പെരുന്തട്ടയിലും ഉണ്ടാവരുത് എന്ന ആവശ്യം തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും ഉന്നയിക്കുന്നത്. പെരുന്തട്ടയിൽ നിന്നും ജസ്റ്റിൻ മാത്യുവിനൊപ്പം സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.